എന്തുകൊണ്ടാണ് കർത്താവിന്റെ ആത്മാവിനെ നമുക്ക് കിട്ടാത്തത്? വേണ്ടാത്ത പുസ്തകങ്ങൾ വായിക്കാനാണ് കഥപുസ്തകങ്ങളും ചെറുകഥകളും മാത്രമല്ല കിളിക്കഥകളും നേരത്തെ പറയുന്നത്. ഒന്ന് തിമോത്തി 6:20-21 ചിലരുടെ വിജ്ഞാനാവാസത്തിന്റെ പറയുക എനിക്ക് ശങ്കരാചാര്യരെ അറിയണമെന്നും പറഞ്ഞു. ചിലർക്ക് വിവേകാനന്ദനെ പറയുവാണെന്നും പറഞ്ഞു. ആ പേര് വരും അറിഞ്ഞുകൂടെന്നാണ്, പറയാൻ പാടില്ലെന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. നിയമവാസനം 12 കാലം 29-32 വചനവും പുറപ്പാട് 23:13 എന്റെ കേൾക്കുന്ന സ്മരിച്ചുകൊടുന്നാണ് വേണ്ടാത്ത പേരുകളൊന്നും. അന്യദേവന്മാരുടെ നാമം സ്മരിക്കരുത്. അന്യദേവന്മാരുടെ നാമം സ്മരിക്കരുത്. അത് നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കാൻ ഇടയാകും. അത് നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കാൻ ഇടവരുന്ന ദൈവമാണ് നമ്മളോട് പറയുന്നത്. പറഞ്ഞാണിതല്ല, ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൂടാ. മിസ്റ്റർ പൗലോസ് പറയുകയാണ് 1 കൊറിന്ത്യസ് 10:19-21 വചനത്തില് നാം ആരാധിക്കുന്നതും ആർക്ക് വേണ്ടിയാണ് നാം ബലിയർപ്പിക്കുന്നത്? ദൈവത്തിനാണ്, ഏക സത്യ ദൈവത്തിനാണ്. ലൂക്ക 4:8 ദൈവത്തിനാണ്. മറ്റൊരു ആർക്കാണ് ബലിയർപ്പിക്കുന്നത്? കേൾക്കുക. വിഗ്രഹത്തിന് സമർപ്പിച്ച ആഹാര പദാർത്ഥമോ വിഗ്രഹം തന്നെയോ എന്തെങ്കിലും ആണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല. വിജാതിയോ ബലി അർപ്പിക്കുന്നത് പിശാചിനാണ്, ദൈവത്തിനല്ല എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പിശാചുകളുടെ പങ്കാളികളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരേ സമയം കർത്താവിന്റെ പാനപാത്രം പിശാചുകളുടെ പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. കർത്താവിന്റെ മേശയിലും പിശാചുകളുടെ മേശയിലും ഭാഗഭാക്കുകളാകാൻ സാധിക്കുകയില്ല. കർത്താവ് നാം അസൂയ ഉണർത്തണമോ? നാം അവിടുത്തെ ശക്തനാണ്. അതുകൊണ്ടാണ് പലരും ഈ അവിശ്വാസിയും വിശ്വാസിയും തമ്മിൽ കൂട്ടുകെട്ടിക്കാൻ ബിസിനസ് നടത്തുന്നത്. ഇല്ലേ? 6 പിള്ളേരെ 6 നേടിയിരിക്കും. അറിഞ്ഞോടാണ് ഒരു കഴിഞ്ഞ ഇന്ന് പോയിട്ട് ഭർത്താവിനോട് പറയാൻ നിങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങി ഏതെങ്കിലും അവിശ്വാസിയുമായിട്ട് 6 കൊല്ലം കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു? വേടിപ്പിച്ചു പോകും, നിങ്ങളെ വേടിപ്പിച്ചു പോകും. ഇത് 2 കൊറിന്ത്യസ് 6:14-15 പറയുന്നത് കൊണ്ടാണ്. അവിശ്വാസം വിശ്വാസം എന്താണ് ബന്ധം? പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തിയാൽ കണ്ടോ, ഇതെല്ലാം മാർഗം അതിലും ഇതിനെല്ലാം പോകും. നിങ്ങൾക്ക് അതുകൊണ്ടോ കൃപയുണ്ടോ? ഈശോയുണ്ടോ? ഈശോ ഇല്ലാത്തത് എല്ലാത്തിനും തട്ടിക്കൊണ്ടുപോകും. അവിശ്വാസികളുമായി കൂട്ടുചേരരുത്. നീതിയും അനീതിയും തമ്മിൽ എന്ത് പങ്കാളിത്തമാണുള്ളത്? പ്രകാശത്തിന് അന്ധകാരവുമായി എന്ത് കൂട്ടുകെട്ടാണുള്ളത്? ക്രിസ്തുവിൻ ബലിയാനുമായി എന്ത് യോജിപ്പാണുള്ളത്? വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് പൊതുവിടുന്നത്? ദൈവത്തിന്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണുള്ളത്? നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ്. എന്താണ് ദൈവം അരുളി ചെയ്തിരിക്കുന്നത്? ഞാൻ അവരുടെ വസിക്കുകയും അവരുടെ ഇടയിൽ യാതൊരുക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവർ എന്റെ ജനവുമായിരിക്കും. ആദ്യം നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്യും എന്ന് കർത്താവ് വിളിക്കുന്നു. അശുദ്ധമായി നിന്നും നിങ്ങൾ തൊടുകയും വരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളെ സ്തുതിക്കും. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും കുട്ടികളുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ജ്ഞാനം വേണം എല്ലാവർക്കും. അതുകൊണ്ടാണ് യാക്കോബ് 1:5 ജ്ഞാനമില്ലാത്തവൻ ദൈവത്തോട് ചോദിക്കട്ടെ. ഈ ജ്ഞാനത്തിന് വേണ്ടിയാണ് നിങ്ങൾ വചനത്തിൽ കൂടിയല്ല കൗൺസിലിംഗ് നടത്തുന്നത്. ഇതിലെല്ലാം വന്നത് കൗൺസിലിംഗ് വന്നത് നിങ്ങൾക്ക് ജ്ഞാനം തരാനാണ്. വചനത്തിൽ കൂടി നമ്മുടെ എവിടെയെല്ലാമാണ് നമ്മുടെ ബന്ധനങ്ങളെന്ന് അറിയണം. സങ്കീർത്തനം 107-10-20 വനത്തിൽ പല കുടുംബങ്ങളും കിടക്കും. കണ്ടോ, അവർക്ക് ചിലവർ രോഗികളാണ്, ചിലർക്ക് ബന്ധനത്തിൽ പൈശാചിക്തയുടെ ബന്ധനമായിരിക്കും. അനേക സ്ഥലത്ത് ഈശോ ജനത്തിന് ആദ്യം പ്രവർത്തിച്ചത് എന്താണ്? കരങ്ങൾ വെച്ച് ആരെയാണ് ആദ്യം പറഞ്ഞിരുന്നത്? പിശാചിനെ. അവനാണ് ലോകം പറയുന്നത്. അതുകൊണ്ടാണ് ലോകം അവന്റെ പിടിക്കിടക്കുന്നത്. ധൈര്യങ്ങളും ആത്മയില്ല ദുഃഖത്താത്തതുകൊണ്ടാണ്. 8:10 പ്രബലപിച്ചവർക്ക് മാത്രമേ, മത്തായി 11:11 പ്രബലപിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. മാർക്കോസ് 4:11. അതുകൊണ്ടാണ് ആദ്യം കരുത്തിൽ വെച്ച് പൈശാചികനെ വിട്ടേക്കുന്നത്. ആക്ട് 10:32 എന്താണ് ഈശോ ചെയ്തത്? അതേ പ്രവർത്തനം തന്നെ ഇന്നും ഒരു വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ വെള്ളം കൊണ്ടാണ് നമ്മുടെ ഈശ്വരമായിട്ട് വരാത്തത്. നമ്മുടെ അവിശ്വസ്തത കൊണ്ട്. നസ്രായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ട് പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവനെ സുഖപ്പെടുത്തിക്കൊണ്ട് ചുറ്റി സഞ്ചരിച്ചുവെന്നും നിങ്ങൾ പറഞ്ഞു. കണ്ടോ, നന്മ പ്രവർത്തിച്ചുകൊണ്ട് 1 Petrus 2:15 നന്മ പ്രവർത്തിച്ചുകൊണ്ട് 3 എല്ലാവരും നിശബ്ദരായി പോകും. ഈശ്വര പ്രവർത്തനം അതാണ്.
നിങ്ങളെല്ലാം വിളിച്ചവരായിരക്കണക്കിന് വരും. അതാണ് നമ്മൾ കാണുന്ന പല സ്ഥലത്തും. മത്തായി 22:14 തെരഞ്ഞെടുക്കപ്പെട്ടവരെ വളരെ ചുരുക്കം. ഈ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അവൻ കട്ടുകൊണ്ടുപോകും, തട്ടിക്കൊണ്ടുപോകും. ഒരു സെക്കൻഡ് മതി അവൻ കട്ടാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നതിനോട്ടിരിക്കണമെന്ന് പറയുന്നത്. അല്ലോ, ഇതിനാണ് നമുക്ക് ആത്മീയ ഗുരുക്കൾ വേണം, നല്ല ശക്തമായ ആത്മീയ ഗുരുക്കൾ വേണം. അപ്പൊ ആത്മീയ ഗുരുക്കൾ ആരെങ്കിലും ഈ ഓർക്കുകയാണ് ഒരു സംഭവം. 6 മാസം മുമ്പ് ഒരച്ഛൻ വന്നു, കപ്പലിരിക്കുന്ന അസിസ്റ്റന്റ് എന്നോട് വന്ന് പഞ്ഞം കൊടുത്തു. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ക്രോം ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇന്ന് വന്നിട്ടില്ല. ഈ മരണം വായിക്കുന്ന ഫാദറാണ്, അമ്മയുടെ കൗൺസിലറാണ്, ചീഫ് എഞ്ചിനീയറായിട്ട് റിട്ടയർ ചെയ്തതാണ്, ഡോക്ടറേറ്റുള്ള ആളാണ്. അച്ഛനോട് പറഞ്ഞു അങ്ങനെയുള്ള കൗൺസിലാണ് പറഞ്ഞത്. കാരണം കൗൺസിലിംഗ് ഇതൊരു ശക്തമായിട്ടാണ്. അപ്പൊ ഞാൻ ആ കൗൺസിലിനെ വിളിച്ചിട്ടും പറഞ്ഞു, ഈ കൗൺസിലിംഗ് ചെയ്തില്ലെങ്കിൽ നീ ആത്മഹത്യ ചെയ്യും. ഒരു ചെന്ന പറഞ്ഞാൽ വീട്ടിൽ നിന്ന് കൗൺസിൽ ചെയ്തോളാം, ഫോൺ വിളിച്ച് രാത്രി പറയാം. രാത്രി ഫോൺ വിളിച്ച് അച്ഛൻ പറഞ്ഞു, ഞാൻ 1 ആഴ്ച കഴിഞ്ഞിട്ട് 2 ആഴ്ച എനിക്ക് സൗകര്യപ്പെട്ടിട്ട് വരാം. സമയം വിശേഷ അവസരം കൊടുക്കരുത്. അവസരം കൊടുത്ത് അവൻ കൊണ്ടുപോകും. ഉണ്ടോ? 1 ആഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ ആത്മഹത്യ ചെയ്തു. അത് എന്നെ വല്ലാതെ എനിക്ക് കുടിക്കാൻ ജീവിതത്തിൽ ചില പരിവർത്തനങ്ങൾ നമുക്ക് വരുമ്പോൾ. അപ്പൊ എന്നോട് പറയായിരുന്നു സംസാരിച്ചപ്പോൾ ഞാൻ ഒന്ന് കുറേക്ക് സ്ഥാനങ്ങളിൽ 14 തൊട്ട് 15 കാലത്തിൽ ആത്മീയ ഗുരുക്കൾ വേണ്ടേ? അപ്പൊ ഞങ്ങൾക്ക് എവിടെ ആത്മീയ ഗുരുക്കൾ ഇരിക്കണം? എവിടെയാണ് ഇതെല്ലാം നമ്മൾ സ്പർശിക്കുന്ന നമ്മുടെ ആത്മാവുന്നത്. 6 കൊല്ലത്തിന് ഒരുപാട് സംഭവം ഉണ്ടായിരുന്നു. ഒരു ഗൾഫിൽ പോയി മടങ്ങി വന്ന സഹോദരൻ വന്നിരിക്കുകയാണ് ചേട്ടൻ്റെ കൂടി. എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ, എന്റെ ഭാര്യയുടെ ആദ്യം വന്ന ചേട്ടനാണ്. ഞാൻ പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. ഭാര്യയുടെ 10 പവന്റെ മാല പോയി, അത് കിട്ടുമാണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കണം. അതിനാണ് ഇരിക്കണം. നമ്മൾ 12:13 യേശു അവനോട് പറഞ്ഞു, ഹേ മനുഷ്യ, ജനക്കൂട്ടത്തിൽ നിന്നും ഒരുവൻ അവനോട് വന്ന് പറഞ്ഞു, ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എന്റെ സഹോദരൻ കൽപ്പിക്കണമേ. യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്റെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ബാധിക്കുന്നവനോ ആര് നിയമിച്ചു? കേട്ടോ, മാല പോയി കൊടുക്കാൻ കിട്ടുവാന്ന് പറയാൻ വരികയാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് 2 കഴിഞ്ഞ് സ്കൂട്ടറിന് പോയപ്പോ ഭാര്യയെ പുറകിലേക്ക് ഗൾഫിന് വന്നതല്ലേ, അപ്പൊ മാല വല്ലതും ഉണ്ടാവും. കഴുത്തിന് ആൾ താഴ്ത്തി വേണം തീട്ടി വല്ലടത്തത് നോക്കിയിരുന്നാണ് ഉള്ള കാടിയൊക്കെ വലിച്ചു ചുറ്റി താഴ്ത്തി വേണപ്പോ ആള് ബോധം കെട്ട് ഉടനെ പൊക്കി ആശുപത്രി കൊണ്ടുവരുന്നു. മാല കണ്ടില്ല, 10 പവന്റെ ഭാര്യയാണ്. ഓർമ്മ വരുന്ന എന്താണ് ചോദിക്കുന്നത്? പറയാൻ ചോദിക്കുക മാല പിന്നെ ഭർത്താവ് നിൽക്കുമോ? മിസ്റ്റർ പത്രോസ് പറയുന്നു, 1 പത്രോസ് 3:1-7 ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വിധേയം വന്നാൽ ആ കുടുംബം മുഴുവൻ രക്ഷപ്പെടുന്നത്. ഓണരുമ്പോഴെല്ലാം മാല ചോദിക്കുമ്പോൾ ഇയാൾക്ക് മാല ആൾ 35 വയസ്സാണ്, നല്ല സുഹൃത്തിനൊക്കെ അയാൾ ഓടുവന് എങ്ങനെയെങ്കിലും കിട്ടുമോ, എവിടെയെങ്കിലും കളിയായിട്ടെടുക്കാലോ, എവിടെയെങ്കിലും ഓട്ടമാണ്. ഞാൻ ഭർത്താവിൽ പറഞ്ഞപ്പോൾ കുമ്പസാരിക്കാൻ പറഞ്ഞു. അല്ലാതെ ഓരോ നല്ല മറുപടി ഉണ്ടാവും. അപ്പൊ പറഞ്ഞു, എന്റെ വീട്ടിൽ അച്ഛന്മാരും കന്യാസികളുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ധ്യാനത്തിന് അതും പോകാൻ കഴിയില്ല. കണ്ടോ ഈശോ വിളിക്കുന്നു. ആ കുമ്പസാരം ചെയ്തിട്ടുണ്ടെങ്കിലും കുതാശയിലോട്ട് രക്ഷ പ്രാപിച്ചാണ്. വചനം കേട്ടിട്ടുണ്ടെങ്കിലും രക്ഷമായിരുന്നു. യോഹന്നാൻ 12 47 കണ്ടോല് വനത്തിലായിരുന്നു. വചനം ധിഖരിച്ചായിരുന്നു. അതേ വചനം കൊണ്ടാണ് ദൈവം പിടിക്കും. ചിലരുടെ പാപം വേഗം വെളിപ്പെടും, ചിലരുടെ കുറച്ച് കഴിഞ്ഞിട്ട് വെളിപ്പെടുകയുള്ളൂ. 1 തിമോത്തി 5:24-25 വാക്യത്തില് എന്റെ വാക്കുകൾ കേൾക്കുന്നവൻ അവ പാലിക്കുന്നില്ലെങ്കിലും ഞാൻ അവനെ വിധിക്കുന്നില്ല. കാരണം ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കാനല്ല, രക്ഷിക്കാനല്ല. എന്നാൽ എന്നെ നിരസിക്കുകയും എന്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവൻ ഒരു വിധി കത്താവുന്നു.
ഞാൻ പറഞ്ഞ വചനം തന്നെ അന്ത്യദിനത്തിൽ സംഭവിക്കുന്നു. അതുകൊണ്ടാണ് നാം പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും അന്ത്യദിനത്തിൽ നമ്മൾ ഉത്തരം കൊടുക്കേണ്ടി വരുന്നതാണ്. മത്തായി 12:33-37 വരെ കേൾക്കുക. നമ്മൾ പറയുന്ന ഓരോ വാക്കിനും അപ്പൊ ഇയാള് ആശുപത്രിയിലെ ഭാര്യ ആശുപത്രിയിൽ കിടക്കുന്ന വളരുമ്പോ മാതൃകയിലുമ്പോ ഇയാള് ഓടും. അല്ലോ പിന്നെ അയാൾ ആശ്രയം മാല കിട്ടിയില്ലെങ്കിൽ അതുകാരണം മാല ഉണ്ടാക്കി കൊടുക്കാൻ തോന്നിക്കുവാണ്. പിശാച് തോന്നിക്കില്ല. പിശാച് എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? യാക്കോബ് 4:5 ദൈവം ആത്മാവിനാണ് അഭിലഷിക്കാൻ കിട്ടാൻ ഇതുപോലെ പിശാച് അഭിലഷിക്കുന്നു.